കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന കർശന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ ടോൾ ബൂത്തുകൾ തല്ലിപ്പൊളിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ടോൾ എടുക്കാൻ പോവുക, നമ്മൾ കൊടുത്ത സെസ്സാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണം തിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മളെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. അല്ല, അങ്ങനെ ടോൾ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കും ആളുകൾ. ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കുന്നില്ല. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള നീക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയാണ്. ഇപ്പോൾ മുൻ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, ആനുവിറ്റി പ്രോഗ്രാം, അതേ മാതൃകയിലാണ് കിഫ്ബി വിഭാവനം ചെയ്തിട്ടുള്ളത്. കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് സർക്കാർ ഇന്ന പ്രൊജക്ടുകൾ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു. അവർക്കുള്ള ഈ പണിക്കുള്ള പണമോ സർക്കാർ വാർഷിക ഗഡുക്കളായിട്ട് നൽകും. അത് നിശ്ചിത തുക പറയുന്നതിന് പകരം നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ പകുതി എല്ലാ വർഷവും നൽകും. അപ്പോൾ ഇത് കാണിച്ച് കിഫ്ബിക്ക് വായ്പ എടുക്കാം, എന്നിട്ട് പദ്ധതി നടപ്പാക്കാം. ഒരു നിബന്ധനയെ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിയമപ്രകാരം ഇവർക്കുള്ളത് ഒരു കാരണവശാലും സർക്കാർ വർഷം തോറും നൽകുന്ന ഈ വാർഷിക ഗഡുവിനെ അധീകരിക്കുന്ന രീതിയിൽ ബാധ്യതകൾ ഏറ്റെടുക്കാൻ പാടില്ല. അതിന് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ട്. ഓരോ നിമിഷവും ഒരു ദിവസവും അസറ്റ്സും ലയബിലിറ്റിയും മാച്ച് ചെയ്യുന്നു. ഏത് പ്രോജക്റ്റ് എടുക്കുമ്പോഴും ആ പ്രോജക്റ്റിന്റെ തിരിച്ചടവ് ഭാവിയിൽ എങ്ങനെ വരും, അതിന്റെ ഫലമായിട്ട് ഈ ഉണ്ടാവുന്ന ആനുവിറ്റിയെ മറികടക്കുവോ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് മാത്രമേ പദ്ധതികൾ ഇവർ ഏറ്റെടുക്കൂ. അപ്പൊ ഇവിടെയും ആനുവിറ്റി പ്രോഗ്രാമിനെന്ന പോലെ ടോളില്ല. പിന്നെ എന്തിനാ ടോളിന് പകരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? ആനുവിറ്റി കോൺട്രാക്ടിന്റെ മുഴുവനും കണക്കെടുത്ത് പരിശോധിച്ചു. 12% മുതൽ 22% വരെയാണ് ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. കോൺട്രാക്ടറെ കരാർ പിടിക്കുമ്പോ 15 വർഷം കൊണ്ടേ വായ്പ അവരുടെ മുതൽമുടക്ക് തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് ആ കാലത്ത് അത്രയും പലിശ കൂടി ചേർക്കും. എന്നിട്ടാണ് എസ്റ്റിമേറ്റ് ടെൻഡർ വെക്കുന്നത്. ആ തുകയെടുത്ത് പരിശോധിച്ച് ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 12 മുതൽ 22% വരെയാണ്. എന്തുകൊണ്ടാ? ഇത്ര വലിയ തുക വായ്പ എടുക്കുന്നതിന് പറ്റുന്ന കോൺട്രാക്ടർമാരില്ല. അതുകൊണ്ട് 1-2 പേരെ പങ്കെടുക്കുക, അവർ ഒത്തുപിടിച്ച് കഴിച്ച് കൂട്ടി വെക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും വേണ്ട. 7%, 8%, 9% വായ്പ എടുക്കാമല്ലോ. അതിനൊരു സ്ഥാപനമാവട്ടെ, ആ സ്ഥാപനത്തിന് ആനുവിറ്റി കൊടുത്താൽ പോലെ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ മോഡലില് അന്ന് ആനുവിറ്റിയുടെ പ്രശ്നം, ആനുവിറ്റി മോഡലിൽ ടോൾ പിരിക്കുന്ന പ്രശ്നമില്ല. ആരതിനെ എതിർത്തു? UDF. ഏറ്റവും വലിയ എതിർപ്പ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹത്തിന്റെ വാദമായിരുന്നു ഇത് സർക്കാരാണ് വായ്പ തിരിച്ചടക്കുന്നത്, കിഫ്ബി എടുക്കുന്ന വായ്പ ഫലത്തിൽ. അതുകൊണ്ട് സർക്കാരിന്റെ ആനുവിറ്റി എന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് ഫലത്തിൽ ഇത് സർക്കാരിന്റെ വായ്പയാണ് എന്നുള്ള വാദം പറ്റും. അപ്പൊ മറുവാദം ചോദിച്ചത് എന്താ? ഞാനാ ചോദിച്ചത്.
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ വായ്പ എടുക്കുന്നുണ്ടല്ലോ. ആ വായ്പയൊന്നും കേന്ദ്ര സർക്കാരിന്റെ കടമായിട്ട് കണക്കാക്കാറില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയായിട്ട് ആരും കണക്കൂട്ടി വെക്കാറില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാ കിഫ്ബിയുടെ വെക്കണമെന്ന് പറയുന്നത്? അതിന് മറുപടിയായിട്ട് അന്ന് UDF നേതാക്കൾ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ടോളും പിരിക്കുന്നുണ്ട്, അതിൽ നിന്നാണ് അവരെടുക്കുന്ന വായ്പ തിരിച്ചറിയുന്നത്. കിഫ്ബി ടോള് പിരിക്കുന്നില്ല, റവന്യൂ മോഡലല്ല. അപ്പൊ ഇവരുടെ ആദർശം എന്താ? ടോൾ മോഡലാ, സഹായിയാണ്. ടോളില്ലാത്ത ഒരു നിർമ്മാണ മാതൃകയെ അംഗീകരിക്കാത്തിട്ടില്ല UDF ഒരു കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവർ നടപ്പാക്കിയിട്ടുള്ള ടോൾ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ്. അപ്പോ ഇതില് ഇപ്പൊ എന്താ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? കേന്ദ്ര സർക്കാർ UDFന്റെ വാദം ഏറ്റെടുത്ത് ആ അസംബ്ലിയിൽ ചർച്ചയാണ്. ഞാനന്ന് പറഞ്ഞതല്ലേ C&H പറഞ്ഞതെന്നാണ് അന്ന് അസംബ്ലിയിൽ ഉണ്ടായ പ്രസ്താവന. C&H 2019 ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി അസംബ്ലി കൂടുന്നതിന് മുമ്പ് ഇത് സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള വായ്പയായിട്ട് കണക്കാക്കേണ്ടതാണ്, ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണെന്ന് ഉള്ള രീതിയിൽ പരാമർശങ്ങളോടെ വന്നു. ആ C&H റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചതല്ലേ UDF? എത്ര സമയമാണ് അസംബ്ലിയിൽ അതിനുവേണ്ടി കളഞ്ഞിട്ടുള്ളത്? എന്നുവെച്ചാൽ ടോൾ മോഡൽ അവർ അംഗീകരിക്കുന്നുള്ളൂ. ഇന്നിപ്പോ വന്ന് കേന്ദ്ര സർക്കാർ ശുദ്ധ ആൻവിറ്റിയാണെങ്കിൽ പോലും വായ്പ തിരിച്ചടക്കുന്നത് സർക്കാരിന്റെ ആൻവിറ്റി നിന്നായതുകൊണ്ട് ആൻവിറ്റി മോഡലും വായ്പയാണ് എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ. അപ്പൊ ലളിതമായൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് എനിക്ക് ചോദിക്കാനുള്ളത്. കിഫ്ബി 67,437 കോടി രൂപയുടെ 1140 പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ 20,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നു. ഇതിലുള്ള പ്രൊജക്ടുകളെല്ലാം വേണമെന്നല്ല വേണ്ടെന്നൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നിപ്പോ കടലോരത്തെ നിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം കടൽ ഭിത്തിയാണ്. മലയോരവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം വനവേലിയാണ്. ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയേ പറ്റത്തുള്ളൂ.